നമസ്കാരം. വിഷുഫലവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. മീനക്കൂറുകാർക്ക് 2026 വിഷുഫലം എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. 2026 ഏപ്രിൽ മാസം 14-ാം തീയതി, അതായത് 1201 മേടമാസം 1-ാം തീയതി ഉദയാൽപരം 8 നാഴിക 8 വിനാഴികയ്ക്ക്, അതായത് പകൽ 9:32 ചതയം നക്ഷത്രം 3-ാമത്തെ പാദത്തില് മേടരവി സംക്രമം നടക്കുകയാണ്. ഇത് മീനക്കൂറുകാർക്ക് എപ്രകാരമാണ് ബാധിക്കുക? ഇവർക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും? എന്തൊക്കെ ദോഷങ്ങളാണ് ഇതുമൂലം വന്നു ചേരാനുള്ളത്? ഇവയെക്കുറിച്ചെല്ലാം നമുക്ക് വ്യക്തമായിട്ടൊന്ന് നോക്കാം. മാത്രമല്ല, ഇതിൻ്റെ ദോഷങ്ങളെ കുറച്ചുകൊണ്ടുവരാനുള്ള പരിഹാരം, ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം നമുക്ക് ഈ ചെറിയ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ പൂർണ്ണമായിട്ടും ഇത് കാണാൻ ശ്രമിക്കുക. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഈ വിഷു സംക്രമം മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണങ്ങൾ കുറച്ച് സമ്മാനിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ചില ദോഷങ്ങളും ഈ ഒരു കാലയളവിൽ വന്നുകൂടാം. അതിൽ പ്രധാനപ്പെട്ടത് ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമ്മൾ കടം കൊടുക്കുക, വാങ്ങുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ ആളും തരവും നോക്കാതെ പണം കടം കൊടുത്തിട്ട് അത് തിരികെ ലഭിക്കാതെ പോകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായി വരാം. മാത്രമല്ല, വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട യാത്രകൾക്കൊക്കെ പണം കൊടുക്കുന്നവരും ജാഗ്രത പുലർത്തേണ്ടതാണ്. കാരണം പല കാരണങ്ങളാൽ നിങ്ങളുടെ യാത്ര മാറ്റി വയ്ക്കപ്പെടുകയോ ധനത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി വരികയോ ചെയ്തേക്കാം. പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടായി വരുന്നതാണ്. പുതിയ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യം കൈവരുന്നതാണ്. കുറെ കാലമായിട്ട് വീടിൻ്റെ പണി ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനും ഈ വർഷം തന്നെ ഗൃഹപ്രവേശത്തിനുള്ള ആനുകൂല്യവും കാണുന്നുണ്ട്. പുതിയ തൊഴിൽ മേഖലകൾ തുറന്നു കിട്ടുന്നതാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിയും കാണുന്നുണ്ട്. കുടുംബ ബന്ധത്തിനിടയിൽ വാക്കുകൾ കൊണ്ടുള്ള ചില കല്ലുകടികൾ ഉണ്ടായി വരാം. അതിനെ കൃത്യതയോടുകൂടി കണ്ടറിഞ്ഞ് അതിനെ സമരസപ്പെടുത്തി പോയില്ലെങ്കിൽ കുടുംബജീവിതം വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. വസ്തുവീതം വയ്പുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായി വന്നേക്കാം. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന കാലയളവായിരിക്കും. പുതിയ ഡയറ്റിംഗ് രീതികളും അതുപോലെ തന്നെ യോഗ, ജിംനേഷ്യം മുതലായ മാർഗങ്ങളും ഈ സമയത്ത് ജീവിതശൈലിയോട് കൂട്ടിച്ചേർക്കുന്നതാണ്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മേന്മ ഉണ്ടായി വരുന്ന കാലഘട്ടമാണ്. പൊതു തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കില്ല. ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുന്നതിലൂടെ പ്രശംസാപത്രങ്ങൾ ലഭ്യമാകുന്നതാണ്. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം. ചിലപ്പോൾ ധനനഷ്ടം നമ്മളറിയാതെ സംഭവിച്ചു എന്ന് വന്നേക്കാം. പുതിയ ബിസിനസ്സിലൂടെ ധനലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ തൊഴിലിന് പുറമെ പാസീവ് ഇൻകം സമ്പാദിക്കാനായിട്ടുള്ള പുതിയ വഴികളും തുറന്നു കിട്ടുന്നതാണ്. ദീർഘദൂര സഞ്ചാരികളൊക്കെ ട്രെയിനിലോ മറ്റോ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും വാതിൽപ്പടിയുടെ ഭാഗത്തു നിന്ന് സഞ്ചരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപകടകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഇറങ്ങാതിരിക്കാനും ജാഗ്രത കൊടുക്കേണ്ടതാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട കാലം ഗുണകരമാണ്. സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ്. ആവശ്യമില്ലാത്ത ആഡംബര വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടി പൈസ കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പരീക്ഷാദികളിൽ വിജയം ഉണ്ടായി വരുന്നതാണ്. വസ്ത്രലാഭം ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ്. കുടുംബത്തിനകത്ത് മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. 2026 വിഷു സംക്രമ ഫലം മീനക്കൂറുകാർക്ക് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരുവാനുള്ള ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകാം. അതിനു മുമ്പായിട്ട് ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തിക്കിട്ടുന്നതാണ്. മാത്രമല്ല, നിത്യവും രാവിലെ നിങ്ങൾക്ക് ആചാരസംബന്ധമായ ഒട്ടേറെ അറിവുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു. എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുക. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ ഇതിൽ കൊടുക്കാൻ കഴിയുക. അപ്പോൾ അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ പരിഹാര കാര്യങ്ങളിലേക്ക് വരാം. ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം ജലധാര, പിൻവിളക്ക് ഇവ കഴിപ്പിക്കുക. കൂവളത്തില കൊണ്ട് മാല കെട്ടി ചാർത്തുന്നതും ഉത്തമമാണ്. ദുർഗാദേവി ക്ഷേത്രത്തിൽ തെറ്റിപ്പൂ കൊണ്ടുള്ള മാല പൗർണമി ദിവസം ചാർത്തുക. അന്നേ ദിവസം കടുംപായസ വഴിപാട് കഴിപ്പിക്കുന്നതും ഉത്തമമാണ്. വനദുർഗാ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക. രക്തേശ്വരിക്ക് കടുംപായസം വഴിപാട് കഴിപ്പിക്കുക.
കുടുംബക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ കഴിപ്പിക്കുക, നാട്ടിലെ ക്ഷേത്രത്തിൽ നിത്യം സന്ദർശനം നടത്തുക മുതലായവയൊക്കെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.